ഇറാനോട് യുദ്ധം ചെയ്യാൻ പുതിയ പടക്കപ്പലുകളും ആയുധങ്ങളും സജ്ജമാക്കി അമേരിക്ക നീങ്ങുമ്പോൾ കടലിനടിയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇറാൻ. ശത്രുരാജ്യങ്ങളുടെ കണ്ണിൽപ്പെടാതെ കൃത്യതയോടുകൂടി ആക്രമണം ചെയ്യാനുള്ള പുത്തൻ സാങ്കേതിക വിദ്യയും തന്ത്രങ്ങളും ആരും കാണാതെ മെനഞ്ഞെടുക്കാൻ ഇറാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇതെന്നാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ശക്തമായൊരു പ്രതിരോധം കെട്ടിപ്പടുക്കുകയാണ് ഇറാൻ. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരു സമുദ്ര ശൃംഖല നിശബ്ദവും എന്നാൽ അതീവ കൃത്യതയോടെയും അവർ നിർമ്മിച്ചു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഇറാനിയൻ നാവിക കേന്ദ്രങ്ങൾ ഇറാന്റെ സമുദ്ര പ്രതിരോധ ശേഷിയുടെ മുഖ്യ നാഡിയാണ്. ഇറാന്റെ കിലോ ക്ലാസ് അന്തർവാഹിനികളും ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകളും ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഈ പ്രദേശം വെറുമൊരു തുറമുഖമല്ല, ഒരു തന്ത്രപ്രധാന ഓപ്പറേഷണൽ ഹബ്ബാണ്. ഹോർമുസ് മേഖലയിലെ എണ്ണ ഷിപ്പിംഗ് പാതകൾ ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അത്യന്തം നിർണായകമായതിനാൽ ഈ മേഖലയിൽ ഇറാൻ നിലനിർത്തുന്ന സാന്നിധ്യം തന്നെ ഒരു ജിയോ പൊളിറ്റിക്കൽ സന്ദേശമാണ്. ആക്രമണം വന്നാൽ മറുപടി ഉണ്ടാകുമെന്ന പ്രതിരോധ ആശയം ഇവിടെ സജീവമായാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഹോർമുസിലെ ഇറാന്റെ സൈനിക സജ്ജീകരണം പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇറാനെ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി മാറ്റുന്നു. ഇറാന്റെ സാമ്പത്തിക ശക്തിയുടെ പ്രധാന തൂണായ കാർക്ക് ദ്വീപ് ഈ സമവാക്യത്തിൽ മറ്റൊരു നിർണായക ഘടകമാണ്. വടക്കൻ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന കാർക്ക് ദ്വീപ് ടെർമിനൽ ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇറാന്റെ സാമ്പത്തിക ജീവരേഖയായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ദ്വീപിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നത് വ്യക്തമാണെങ്കിലും അതിനൊപ്പം ലോക എണ്ണ വിപണിയിലും വലിയ ചലനം ഉണ്ടാക്കുമെന്നതിനാൽ ഇതിന്റെ പ്രാധാന്യം ഇറാനേക്കാൾ പുറത്തേക്കും വ്യാപിക്കുന്നു. അതായത് കാർക്ക് ദ്വീപ് ഒരു ദേശീയ സാമ്പത്തിക കേന്ദ്രം എന്നതിലുപരി ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിന്റെ ഒരു നിർണായക കണികയാണ്. ഇതോടൊപ്പം ഇറാന്റെ ആണവ സൗകര്യങ്ങൾ അന്താരാഷ്ട്ര സംഘർഷ ചർച്ചകളിൽ സ്ഥിരം വിഷയമാണ്. ഗൾഫ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബുഷർ ആണവ നിലയം ഇറാന്റെ ആണവ സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഏറ്റവും ദൃശ്യമായ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നാവിക വ്യോമയാനത്തിന് ഇത് കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ലക്ഷ്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതിലുപരി ഗൗരവമേറിയതാണ്. കാരണം ഒരു ആണവ നിലയത്തെ സംബന്ധിച്ച് സൈനിക ആക്രമണ സാധ്യത ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതൊരു സൈനിക ലക്ഷ്യമല്ല, പരിസ്ഥിതി ദുരന്ത സാധ്യതകൾ അടങ്ങിയ മനുഷ്യജീവിത പ്രശ്നമാണെന്നതും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ള വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ബുഷർ പോലുള്ള കേന്ദ്രങ്ങൾ സൈനിക കണക്ക് കൂട്ടലുകളിൽ മാത്രം ഒതുങ്ങാത്ത ഒരു രാഷ്ട്രീയ നൈതിക പ്രതിസന്ധിയുടെ പ്രതീകമായി മാറുന്നു. ഇറാന്റെ സൈനിക സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിടത്ത് ഒറ്റ ലക്ഷ്യമായി നിൽക്കുന്നില്ല, അതൊരു ശൃംഖലയാണ്. സമുദ്ര വ്യോമ സാമ്പത്തിക ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു പ്രതിരോധ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്ക് ഇറാനെ വെറും ഒരു പ്രാദേശിക ശക്തിയായി മാത്രമല്ല ഗൾഫ് മേഖലയിലെ തന്ത്രപ്രധാന സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള രാജ്യമായി നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ കുറിച്ചുള്ള ചർച്ചകൾ സൈനിക ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഒതുങ്ങുന്നില്ല. അത് ഊർജ്ജ സുരക്ഷ, ആണവ രാഷ്ട്രീയ, പ്രാദേശിക അധികാര മത്സരം, അന്താരാഷ്ട്ര നിയമം എന്നീ വിഷയങ്ങളുടെ നടുവിലാണ് നിലകൊള്ളുന്നത്. ചുരുക്കത്തിൽ പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ ഓരോ കേന്ദ്രവും വെറും സൈനിക താവളങ്ങളല്ല, അവ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ കരുത്തിന്റെയും പ്രതിരോധത്തിന്റെയും അടയാളങ്ങളാണ്. ഏത് വലിയ സമ്മർദ്ദത്തെയും നേരിടാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനുമായി ഇറാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചെടുത്ത തന്ത്രങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ഇവയെ കേവലം ആക്രമണ ലക്ഷ്യങ്ങളായി മാത്രം കാണുന്നത് തെറ്റായിരിക്കും. മറിച്ച് ഗൾഫ് മേഖലയുടെ സമാധാനവും യുദ്ധവും തീരുമാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവ ഓരോന്നും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.